നമസ്കാരം. ക്യാൻസർ മഹാരോഗ പഠനത്തിൻ്റെ 21ാം ഭാഗത്തേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ധീ, ധൃതി, സ്മൃതി, അറിവ് ഇവയെല്ലാം നിർമ്മലമായാൽ നമുക്ക് ഒരു രോഗവും വരില്ല എന്നായിരുന്നു. ഇന്ന് കൊന്നൊടുക്കി നേടിയെടുക്കാം എന്നുള്ള ഒരു വ്യർത്ഥ ചിന്തയിലാണ് നമ്മളെല്ലാം. അതേസമയം നമ്മുടെ ആഭ്യന്തര ശുചിത്വത്തിൽ നമുക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നുമില്ല. ഈ പിശാചാധികൃതങ്ങളായ രോഗങ്ങൾ, അതായത് അണുബാധയുണ്ടാക്കുന്ന രോഗങ്ങൾ ഉണ്ടാകുന്നത് അശുദ്ധിയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് എന്നുള്ള ഒരു വസ്തുത നമുക്ക് പ്രാധാന്യമില്ലാതെയും, അതേസമയം കടന്നുകൂടിയിട്ടുള്ള രോഗാണുക്കളെ ഈ അശുദ്ധിയിൽ വെച്ച് തന്നെ നശിപ്പിച്ച് ആ അശുദ്ധി അതേപടി സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു മിഥ്യാധാരണയിലാണ് മനുഷ്യൻ ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഒന്ന്, ഈ കടന്നുകൂടിയിട്ടുള്ള ജീവികൾക്കും ജീവനുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം സമ്മതിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ജീവനെ ഹനിക്കുന്നത് മറ്റു ജീവനുകൾക്കെല്ലാം ദോഷമായി വരുന്ന വിധത്തിലാണ് പ്രപഞ്ച സംവിധാനം എന്ന് മതവിശ്വാസികളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ മതവിശ്വാസികളെല്ലാം സ്വന്തം ശരീരത്തിൽ കടന്നുകൂടിയിട്ടുള്ള ഈ രോഗാണുക്കളെയെല്ലാം ശത്രുക്കളായി കാണുകയും അവയെ കൊന്നൊടുക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുകയുമാണ് ചെയ്യുന്നത്. അതിന് സഹായിക്കുന്ന ഒരു ശാസ്ത്രത്തെ നമ്മൾ ആധുനിക ശാസ്ത്രം എന്നാണ് കളിയാക്കി ആണോ എന്നറിയില്ല വിളിക്കുന്നത്. അത്തരം മരുന്നുകൾ കാരണമാണ് ഇന്ന് മൂന്നാം ലോക രാജ്യങ്ങളിലും വികസിത രാജ്യങ്ങളിലുമെല്ലാം ബുദ്ധിമാന്ദ്യവും പോളിയോ പോലെയുള്ള അല്ലെങ്കിൽ മറികടക്കാനാവാത്ത ക്യാൻസർ പോലെയുള്ള രോഗങ്ങളുമെല്ലാം ഉണ്ടാകുന്നത്. പോളിയോ നിർമ്മാർജ്ജനം ചെയ്യാൻ പോളിയോ ബാധിച്ച കുട്ടികളിൽ കണ്ടെത്തിയിട്ടുള്ള അണുക്കളെ കൊന്നൊടുക്കിയാൽ മതി എന്നാണ് ശാസ്ത്രം തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പോളിയോ വാക്സിൻ കാരണം പോളിയോ നിർമ്മാർജ്ജനം ചെയ്തു എന്നാണ് ഒരു മിഥ്യ അവകാശവാദവും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോളിയോ വാക്സിൻ കൊടുത്തതിൽ നിന്നാണ് ബുദ്ധിമാന്ദ്യവും അതുപോലെ ഓട്ടിസവും പോലുള്ള അപസ്മാരം പോലുള്ള മാനസിക രോഗങ്ങൾ പോലുള്ള അവസ്ഥകൾ കൂടുതലായിട്ട് ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ ഉണ്ടായത് എന്നുള്ള ഗവേഷണ ഫലങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അവയെല്ലാം നിർബന്ധപൂർവം പൂഴ്ത്തിവെക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ പോളിയോ ഉണ്ടാക്കുന്ന അണുക്കളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നൽകിയിട്ടുള്ള വാക്സിൻ, അതേപോലെ കൊറോണ ഉന്മൂലനം ചെയ്യാൻ നൽകിയിട്ടുള്ള വാക്സിൻ, ഇത് കാരണം എത്രയോ ജീവനുകൾ കഷ്ടത്തിലായി, എത്രയോ ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന ഗവേഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വമ്പൻ കമ്പനികളുടെ കൊതുകുതിരികൾ, പാഡുകൾ, ബാറ്റുകൾ ഇതെല്ലാം ജീവികളെ കൊന്നൊടുക്കാനും അവയെ നശിപ്പിച്ചു കളയാനുമെല്ലാമാണ്, അവയുടെ തലമുറകളെ നശിപ്പിച്ചു കളയാനുമെല്ലാമാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അവയെ അഹങ്കാരത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും പ്രതീകമായിട്ട് ജീവിതത്തോടൊപ്പം നമ്മൾ കൂട്ടി കൊണ്ടുപോവുകയാണ്. കൊല്ലുന്നയാളുടെ കോശാന്തരങ്ങളിൽ ഒരറിവുണ്ടാകുന്നുണ്ട്. അത് കൊലയ്ക്കെതിരായിട്ടുള്ള ഒരറിവാണ്. ഏത് കുറ്റവാളിയായാലും അയാളുടെ ഉള്ളിൽ ആ ചെയ്ത കുറ്റകൃത്യത്തിനെതിരെയുള്ള ഒരറിവ് വളർന്നു വരുന്നുണ്ട്. ഇത് തന്നെയാണ് കാലാന്തരത്തിൽ അയാൾക്കോ അയാളുടെ തലമുറകൾക്കോ ദോഷമായിട്ട് വരുന്നത്. ഇതാണ് ആത്മീയ ശാസ്ത്രങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ ആത്മീയ ശാസ്ത്രങ്ങളെല്ലാം ഓരോ നിമിഷത്തിലും വേണ്ടവിധം പറയുന്ന വ്യക്തികളെല്ലാം തന്നെ ഈ തെറ്റായ ഒരു ചികിത്സാ രീതിയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഞങ്ങൾക്കും ഇവിടെ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്ന ഒരു അറിവ്, ഒരു സമ്മതം എല്ലാ ജീവികൾക്കും നമ്മൾ നൽകേണ്ടതുണ്ട്.
അതിനു പകരം ആ ജീവികളെല്ലാം ഉന്മൂലനം ചെയ്ത് ഇപ്പോൾ തെരുവ് നായ്ക്കളെ കൊന്നൊടുക്കിയിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം എന്ന് ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു വിഡ്ഢിത്തമായിരിക്കും. അതേസമയം അവയ്ക്കൊരു ഭക്ഷണം കൊടുത്ത് അവയെ ഒന്ന് സ്നേഹത്തോടെ വിളിച്ച് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് അവ അക്രമാസക്തരല്ലാതെ മനുഷ്യൻ്റെ വരുതിക്ക് വരുന്ന ജീവികളായി മാറും എന്നുള്ള ഒരറിവ് നമുക്ക് എപ്പോഴോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ജീവജാലങ്ങളെ ഒന്നാകെ കൊന്നൊടുക്കി നമുക്ക് നേടിയെടുക്കാം എന്ന് ചിന്തിക്കുമ്പോൾ ഫോർ എവരി ആക്ഷൻ ദെർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ള ശാസ്ത്ര സിദ്ധാന്തം ശരിയാണെങ്കിൽ മനുഷ്യനെ ഒന്നാകെ ഉന്മൂലനം ചെയ്യാം എന്ന് അവയെല്ലാം കൂടി ചിന്തിക്കില്ലേ? അതല്ലേ പ്രകൃതി നിയമം നമ്മോട് പറയുന്നത്? അത് തന്നെയല്ലേ മനുഷ്യൻ ഇന്ന് കാണുന്ന ദുരിതങ്ങൾക്കൊക്കെ, ഈ രോഗങ്ങൾക്കെല്ലാം ഈ ആതുര സംസ്കൃതിയുടെ അവസാന നാളുകളിലെങ്കിലും നമ്മളിത് ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് ആചാര്യൻ നമ്മോട് അടിവരയിട്ട് പറയുന്നത്. അപ്പോൾ കൊന്നൊടുക്കി നേടാമെന്ന ആധുനിക ശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തത്തെ ആയുർവേദം നഖശികാന്തം എതിർക്കുന്നുണ്ട്. പകരം നമ്മുടെ ശരീരവും മനസ്സും വാക്കും പ്രവൃത്തിയുമെല്ലാം ശുദ്ധമാക്കി വെച്ചാൽ നമുക്കും നമ്മുടെ തലമുറകൾക്കും ആരോഗ്യത്തോടെ ജീവിക്കാമെന്ന ഒരു സന്ദേശമാണ് ആയുർവേദവും സിദ്ധവൈദ്യം പോലുള്ള ഭാരതീയ ചികിത്സാ ശാസ്ത്രങ്ങളെല്ലാം നമുക്ക് നൽകുന്നത്. ആരോഗ്യമുള്ള മനുഷ്യർ ഒരിക്കലും ചിന്തിക്കാത്ത, ആരോഗ്യമുള്ള മനസ്സും ഇന്ദ്രിയങ്ങളുമുള്ളവർ ഒരിക്കലും സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ചിന്തകളും വാക്കുകളും നമ്മളിന്ന് പരസ്പരം കൈമാറുന്നുണ്ട്. അത് SMS സന്ദേശങ്ങളായിട്ടോ വോയിസ് മെസ്സേജായിട്ടോ അല്ലെങ്കിൽ സിനിമയിലുള്ള ഡയലോഗുകളായിട്ടോ എല്ലാം നമുക്കിടയിലേക്ക് നിരന്തരം അശുഭമായ വാക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വാക്കുകൾക്ക് ഒരുപാട് ശക്തിയുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ മന്ത്രജപം കൊണ്ട് സിദ്ധി നേടാം എന്നെല്ലാം പറയുമ്പോഴും നമ്മൾ മറ്റു സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കുകളും മന്ത്രത്തിൻ്റെ ഫലം ചെയ്യും എന്ന് വിശ്വസിക്കാൻ നാം തയ്യാറല്ല. നമുക്കിഷ്ടമില്ലാത്ത ആളെ എന്തും പറയാം, ഏത് വാക്കും ഉപയോഗിച്ച് അയാളെ നിന്ദിക്കാം എന്നെല്ലാം നമുക്ക് ചില ഫേസ്ബുക്ക് പോസ്റ്റുകളും എല്ലാം യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. അപ്പോൾ ഇത്തരം വാക്കുകൾ, ചിന്തകൾ, നമ്മുടെ എഴുത്തുകളെല്ലാം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമ്മുടെ തലമുറകൾ ഇനിയും കഷ്ടത്തിലേക്ക് പോകും എന്നുള്ളതാണ് പറയുന്നത്. നമ്മെ ഒരു ഉൽപ്പന്ന സംസ്കാരത്തിൻ്റെ അടിമകളാക്കി മാറ്റിയിരിക്കുന്നു. അതിൽ നിന്ന് മോചനം നേടി സ്വയം ഉണ്ടാക്കിയത് ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ള ഒരു നിലയിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പോയിട്ടില്ലെങ്കിൽ ഇനിയും നമ്മൾ കഷ്ടതകളിലേക്കായിരിക്കും പോകുന്നത്. ഈ സൂക്ഷ്മജീവികളെ കൊല്ലാൻ മുടക്കിയതിൻ്റെ എത്രയോ ചെറിയൊരു ശതമാനം മതിയാകും നമുക്ക് നമ്മുടെ പരിസരം, നമ്മുടെ ആഹാരം, നമ്മുടെ ചിന്തകൾ, വാക്കുകളൊക്കെ ശുദ്ധിയാക്കി വയ്ക്കാൻ. അത്രയധികം കോടിക്കണക്കിന് രൂപ കൊണ്ടാണ് ഇന്ന് ഈ രോഗാണുക്കളെ കൊന്നൊടുക്കാനുള്ള ശ്രമം ശാസ്ത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പകരം പണ്ടുള്ളവർ ഒരു തിരി കത്തിക്കുക, അല്ലെങ്കിൽ നെയ്യൊഴിച്ച് ഒരു നിലവിളക്ക് കത്തിക്കുക, അല്ലെങ്കിൽ ഒരു പുണ്യാഹം കൊണ്ടുവരിക, ഒരു പള്ളിയിലെ അല്ലെങ്കിൽ ഒരു മുല്ലാക്കയോ പള്ളിയിലെ അച്ഛനോ മറ്റോ ജപിച്ചു തരുന്ന ഒരു ജലം വീട്ടിൽ കൊണ്ടുവന്ന് തളിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ രോഗം മാറിയിരുന്നു എന്ന് പണ്ടുള്ളവർ പറയുന്നു. ഇന്ന് ശാസ്ത്രം അത് നമ്മോട് പറയുന്നത് അന്ധവിശ്വാസമാണ്. അതുകൊണ്ട് ഇത്തരം വിഡ്ഢികൾ ഇപ്പോഴുമുണ്ടോ എന്ന് ഇത് പറയുമ്പോൾ നമ്മോട് ചോദിക്കും. പക്ഷേ ഇത് പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ വാക്കുകളുടെ ശുദ്ധി ഈ ജലത്തെ സ്വാധീനിക്കുന്നുവെന്നും ആ ജലത്തിന് സൂക്ഷ്മജീവികൾക്കൊരു സന്ദേശം നൽകാനുള്ള കഴിവുണ്ടെന്നും ആ സന്ദേശം ലഭിക്കുമ്പോൾ സൗഹൃദഭാവത്തിൽ അവ ഒഴിഞ്ഞു